ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന വായനാ ധ്യാനം പുറപ്പാട് പുസ്തകം 39 അധ്യായം 6 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ തിരുവചനങ്ങളിൽ മഹാപുരോഹിതൻ്റെ ഏഫോദും ന്യായവിധിയുടെ പതക്കവും അതിൽ പതിച്ചിരിക്കുന്ന 12 രത്നങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഓരോ ഗോത്രത്തിൻ്റെയും പേര് ദൈവസന്നിധിയിൽ സ്മരണയ്ക്കായി ധരിക്കപ്പെടുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത ധ്യാന വിഷയം ദൈവഹൃദയത്തിൽ നമ്മുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗീയ പിതാവാം ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിനും ജീവനുള്ള പ്രത്യാശയ്ക്കും അങ്ങേക്ക് സകല മഹത്വവും സ്തുതിയും സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതുമയുള്ളതാണ്. ഇന്ന് ഈ ധ്യാനം കേൾക്കുന്ന ഓരോ സഹോദരൻ്റെയും സഹോദരിയുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും നിറയട്ടെ. ഈ ദിവസം അങ്ങയുടെ കൃപയിൽ ആരംഭിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമീൻ. പുറപ്പാട് പുസ്തകം 39 അധ്യായം 6 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗം. മുദ്രക്കൊത്തായിട്ട് ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തിയ ഗോമേദക കല്ലുകളെ അവൻ പൊൻതടക്കത്തിൽ പതിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഏഫോദിന്റെ ചുമൽ കണ്ടങ്ങളിന്മേൽ ഓർമ്മക്കല്ലുകൾ വെച്ചു. അവർ ഏഫോദിന്റെ പണി പോലെ ചിത്രപ്പണിയായി പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പതക്കവും ഉണ്ടാക്കി. അത് സമചതുരമായിരുന്നു. പതക്കം ഇരട്ടയായി ഉണ്ടാക്കി. അത് 1 ചാൺ നീളവും 1 ചാൺ വീതിയുമുള്ളതായി ഇരട്ടയായിരുന്നു. അവർ അതിൽ 4 നിര രത്നം പതിച്ചു. താമ്രമണി, പീതരത്നം, മരതകം ഇത് 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഢൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര ഗോമേദകം, പുഷ്പരാഗം, സൂര്യകാന്തം. അവ അതാതു തടത്തിൽ പൊന്നിൽ പതിച്ചിരുന്നു. ഈ കല്ലുകൾ ഇസ്രായേൽ മക്കളുടെ പേരുകളോടുകൂടെ അവരുടെ പേര് പോലെ 12 12 ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേര് അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരുന്നു. പതക്കത്തിന് ചരടുപോലെ മുറിച്ചു കൊത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളിയും ഉണ്ടാക്കി. പൊന്നുകൊണ്ട് 2 വളയവും 2 കണ്ണിയും ഉണ്ടാക്കി. വളയം 2ഉം പതക്കത്തിൻ്റെ 2 അറ്റത്തും വെച്ച് പൊന്നുകൊണ്ടുള്ള 1 സരപ്പളി അവർ പതക്കത്തിൻ്റെ അറ്റത്ത് 2 വളയത്തിലും കൊളുത്തി. 2 സരപ്പളിയുടെയും അറ്റം 2ഉം അവർ കണ്ണി 2ലും കൊളുത്തി ഏഫോദിന്റെ ചുമൽ കണ്ടങ്ങളിന്മേൽ മുൻഭാഗത്ത് വെച്ചു. അവർ പൊന്നുകൊണ്ട് വേറെ 2 കണ്ണി ഉണ്ടാക്കി. പതക്കത്തിന്റെ മറ്റേ അറ്റത്തും ഏഫോദിന്റെ കീഴറ്റത്തിനും നേരെ അകത്തെ വിളുമ്പിൽ വെച്ചു. അവർ വേറെ 2 പൊൻകണ്ണി ഉണ്ടാക്കി ഏഫോദിന്റെ മുൻഭാഗത്ത് 2 ചുമൽ കണ്ടങ്ങളിൽ താഴെ അതിൻ്റെ ഇണപ്പിനരികെ ഏഫോദിന്റെ നടുക്കെട്ടിനു മേലായി വെച്ചു. പതക്കം ഏഫോദിന്റെ നടുക്കെട്ടിനു മേലായി ഇരിക്കേണ്ടതിന് അത് ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അത് കണ്ണികളാൽ ഏഫോദിന്റെ കണ്ണികളോട് നീലനാട കൊണ്ട് കെട്ടി. അവർ ഏഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് നെയ്ത്തുപണിയായി ഉണ്ടാക്കി. അങ്കിയുടെ നടുവിൽ കവചത്തിന്റെ ദ്വാരം പോലെ 1 ദ്വാരവും അത് കീറാതിരിക്കേണ്ടതിന് ചുറ്റും 1 നാടയും വച്ചു. അങ്കിയുടെ വിളുമ്പിൽ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി. തങ്കം കൊണ്ട് മണികളുമുണ്ടാക്കി. മണികൾ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും മാതളപ്പഴങ്ങളുടെ ഇടയിൽ വെച്ചു. ശുശ്രൂഷയ്ക്കുള്ള അങ്കിയുടെ വിളുമ്പിനു ചുറ്റും 1 മണിയും 1 മാതളപ്പഴവും 1 മണിയും 1 മാതളപ്പഴവും ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ,
ഈ തിരുവചന ഭാഗങ്ങളിൽ മഹാപുരോഹിതന്റെ തോളുകളിൽ ധരിച്ചിരുന്ന 2 ഗോമേദക കല്ലുകളെയും നെഞ്ചിൽ ധരിച്ചിരുന്ന ന്യായവിധിയുടെ പതക്കത്തെയും കുറിച്ചാണ് പറയുന്നത്. ആ കല്ലുകളിൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെയും പേരുകൾ കൊത്തിവെച്ചിരുന്നു. ഇത് ഒരു അലങ്കാരം മാത്രമായിരുന്നില്ല, ഇത് ദൈവത്തിൻ്റെ ജനത്തെ അവിടുന്ന് ഒരിക്കലും മറക്കുന്നില്ല എന്നതിൻ്റെ അടയാളമായിരുന്നു. മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ ജനങ്ങളുടെ പേരുകൾ തൻ്റെ ഹൃദയത്തിലും തോളുകളിലും വഹിച്ചിരുന്നു. ഇന്ന് നമ്മുടെ മഹാപുരോഹിതൻ യേശുക്രിസ്തുവാണ്. അവിടുന്ന് നമ്മുടെ പേരുകൾ അറിയുന്നു. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ പോരാട്ടങ്ങളും നമ്മുടെ പ്രത്യാശകളും എല്ലാം അവിടുത്തെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ലോകത്തിന് മറക്കപ്പെട്ടവരായിരിക്കാം, എന്നാൽ ദൈവത്തിന് ഒരിക്കലും മറക്കപ്പെട്ടവരല്ല. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരാണെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. ആരും നമ്മെ ഓർക്കുന്നില്ല എന്ന് തോന്നാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലെന്ന് പോലും നമുക്ക് തോന്നാം. എന്നാൽ ഇന്നത്തെ ഈ തിരുവചന ഭാഗം നമ്മോട് പറയുന്നത് ഇതാണ്: ദൈവം നിന്നെ അറിയുന്നു, ദൈവം നിന്നെ ഓർക്കുന്നു, ദൈവം നിന്നെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നു. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. നിന്റെ ജീവിതം ദൈവത്തിന് അമൂല്യമാണ്. അവിടുന്ന് നിന്നെ സ്നേഹത്തോടെയും കരുതലോടെയും നയിക്കും. ഇന്ന് നീ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഉറച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് പ്രത്യാശ നൽകിയതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് സ്ഥാനമുണ്ടെന്ന സത്യം ഒരിക്കലും മറക്കാതിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നിരാശയിലും ഏകാന്തതയിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളായവരെ സൗഖ്യമാക്കണമേ. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. കണ്ണുനീർ പൊഴിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.